നമസ്കാരം. ഡീലാണല്ലോ ഇപ്പോഴത്തെ രാഷ്ട്രീയം. എന്നാൽ പിന്നെ ഇന്ന് അതിനെക്കുറിച്ച് സംസാരിക്കാമെന്ന് വിചാരിച്ചു. SNC ലാവ്ലിൻ കേസിന്റെ വാദം 38 തവണ സുപ്രീം കോടതിയിൽ മാറ്റിവെച്ചു. 1997 സംഭവിച്ച 98 കോടി രൂപയുടെ അഴിമതി കേസ് ഇത്രയേറെ വർഷം നീട്ടിവെക്കാനുള്ള കാരണം എന്താണ്? CPM അല്ല കേന്ദ്രം ഭരിക്കുന്നത്, BJP ആണ്. BJPക്ക് തിരിച്ചെന്ത് സഹായമാണ് CPM ചെയ്യുന്നത്? കഴിഞ്ഞ ഓരോ ഇലക്ഷനുകളിലും BJP ആയിരക്കണക്കിന് കോടികളാണ് കേരളത്തിൽ ചെലവിട്ടത്. BJP നേതാവ് CK പത്മനാഭൻ പറഞ്ഞത് പണ്ട് 2005 അദ്ദേഹം പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചപ്പോൾ മൊത്തം ചെലവായത് 30 ലക്ഷം രൂപയായിരുന്നു. ഇന്ന് BJP അത്രയും തുക ഒരു വാർഡിൽ ചെലവാക്കുന്നു എന്നാണ്. ഇല്ല, നിങ്ങൾ ഒരു കാര്യം ഓർമ്മിക്കുന്നുണ്ടോ അറിഞ്ഞൂടാ, ആ ഉപതെരഞ്ഞെടുപ്പിൽ പരമാവധി ആ പാർലമെന്റ് മണ്ഡലത്തിൽ ചെലവാക്കിയ പണം 30 ലക്ഷമായി. ഇന്നൊരു വാർഡിൽ 30 ലക്ഷം ഇന്നൊരു വാർഡിൽ ഇന്ന് ചെലവഴിക്കാൻ കിട്ടുന്നുണ്ട്. അന്ന് ആ പാർലമെന്റ് നിയോജക മണ്ഡലത്തിൽ മൊത്തം ഒരു 30 ലക്ഷത്തിലധികം രൂപ ഞാൻ അവിടെ മത്സരിച്ചപ്പോൾ എന്റെ പ്രവർത്തനത്തിന് വേണ്ടി ചെലവഴിച്ചിട്ടില്ല. അപ്പൊ NDAയുടെ നിയമസഭാ സ്ഥാനാർത്ഥികൾക്ക് ലഭിക്കുന്നത് കോടികളാണ്. അതുകൊണ്ട് NDA മുന്നണിയിൽ മത്സരിക്കാൻ ഇത്തവണ സെലിബ്രിറ്റികളുടെ ബഹളമായിരുന്നു. പല സ്ഥാനാർത്ഥികൾക്കും കിട്ടുന്നത് കോടികളാണ്, അതും ക്യാഷ് ആയിട്ട്. കേരള പോലീസാണ് ഇലക്ഷൻ ഡ്യൂട്ടി നോക്കുന്നത്. അത് സംസ്ഥാന സർക്കാരിന്റെ കയ്യിലാണ്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കർണാടകയിൽ നിന്ന് കൊണ്ടുവന്ന 3.5 കോടി രൂപ RSS പ്രവർത്തകർ വഴിയിൽ വെച്ച് കാർ തടഞ്ഞ് മോഷ്ടിച്ച കേസ് എല്ലാവരും കൂടി അങ്ങ് മുക്കി. ഇപ്പോ അത് സ്ഥലം മേടിക്കാൻ കൊണ്ടുപോയ തുകയാണെന്നാണ് ED പറയുന്നത്. ഒരാളുടെ കയ്യിൽ 2.5 ലക്ഷം രൂപയിൽ കൂടുതൽ ക്യാഷ് കൈവശം വെക്കാൻ പറ്റില്ല എന്ന നിയമം കൊണ്ടുവന്നത് മോദി സർക്കാരാണ്. അപ്പോഴാണ് BJPക്കാർ 3.5 കോടി കൈവശം വെക്കുന്നതിൽ ഒരു പ്രശ്നവുമില്ലാത്തത്. ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉപകാരങ്ങൾ പലതാണ്. ഈ പൊക്കിൾക്കുടി ബന്ധം പൊട്ടാതിരിക്കാൻ കോൺഗ്രസ് അധികാരത്തിൽ വരരുത്. BJPക്ക് ഒറ്റയ്ക്ക് കേരളത്തിൽ അധികാരത്തിൽ വരാൻ പറ്റില്ല. പക്ഷെ CPM വന്നാലും പോരെ ബിസിനസ് നല്ല പടി നടക്കാൻ. ഇത്തവണ CPMനെ ജയിപ്പിക്കാൻ പല മണ്ഡലങ്ങളിലും BJP മത്സരിക്കുന്നില്ല. സതീശനെ തോൽപ്പിക്കാൻ BJP സ്ഥാനാർത്ഥിയെ നിർത്തരുത് എന്ന് TP സെൻകുമാർ പറഞ്ഞത് ഓർക്കുന്നുണ്ടോ? ഈ പരിപാടി നടപ്പാക്കാൻ കണ്ടെത്തിയ സൂത്രപ്പണിയാണ് 2020. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 113 സീറ്റ് മത്സരിച്ച BJP ഇപ്പോൾ വെറും 97 സീറ്റിലാണ് മത്സരിക്കുന്നത്. കഴിഞ്ഞ തവണ 2020 മത്സരിച്ചത് വെറും 8 സീറ്റിലാണ്, അതും എറണാകുളം ജില്ലയിൽ മാത്രം. ഈ തെരഞ്ഞെടുപ്പിൽ അവർക്ക് 19 സീറ്റ് കൊടുത്തു BJP. എന്തൊരു ത്യാഗം! തൃക്കരിപ്പൂർ മുതൽ പുനലൂർ വരെ, അതും 9 ജില്ലകളിൽ. ഇങ്ങനെ സീറ്റ് കൊടുക്കാൻ മാത്രം എന്താണ് BJPക്ക് 2020യുമായിട്ടുള്ളത്? രാജീവ് ചന്ദ്രശേഖറും സാബു ജേക്കബും തമ്മിലുള്ള ബിസിനസ് ബന്ധമാണെന്ന് കേൾക്കുന്നു. പക്ഷേ ഈ സീറ്റ് കൊടുക്കലുകളിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം, പകുതിയിലധികം സീറ്റിലും BJPക്ക് നല്ല വോട്ടുകളുള്ള സീറ്റുകളാണ് 2020ക്ക് കൊടുത്തത് എന്നതാണ്. ഉദാഹരണത്തിന് കൊടുങ്ങല്ലൂരിൽ 28,204 വോട്ടുണ്ടായിരുന്നത് കേരളത്തിലെ BJPയുടെ വോട്ട് വെച്ച് നോക്കുമ്പോൾ വലിയ സംഖ്യയാണ്. കഴിഞ്ഞ ഇലക്ഷന് കുമ്മനം രാജശേഖരന് നേമത്ത് കിട്ടിയത് 51,000 വോട്ടാണെന്ന് ഓർക്കണം. അപ്പോൾ എന്തിനാണ് കൊടുങ്ങല്ലൂരിൽ 2020യെ മത്സരിപ്പിക്കുന്നത്? ഇടതുപക്ഷത്തെ ജയിപ്പിക്കാനല്ലേ? തൃപ്പൂണിത്തുറയിൽ BJPയുടെ KS രാധാകൃഷ്ണൻ 23,700 വോട്ട് കിട്ടിയ സ്ഥലത്ത് BJP ഇന്നവിടെ മത്സരിക്കുന്നില്ല. എന്തുകൊണ്ട്? പകരം 2020യുടെ ചക്കയും താമരയും തമ്മിലുള്ള ബന്ധം വിവരിച്ച് കഷ്ടപ്പെടുന്ന യാതൊരു രാഷ്ട്രീയ നിലപാടുകളോ പരിചയമോ ഇല്ലാത്ത ഒരു സിനിമാ താരത്തെ മത്സരിപ്പിക്കുന്നു എന്നോർക്കണം. കൊടുങ്ങല്ലൂരിൽ 28,204, തൊടുപുഴയിൽ 21,263, പുനലൂരിൽ 20,069, റാന്നിയിൽ 19,587, ചാലക്കുടിയിൽ 17,301, പെരുമ്പാവൂരിൽ 15,135, ഏറ്റുമാനൂരിൽ 13,746, വൈപ്പിൽ 13,540, തൃക്കാക്കരയിൽ 12,957, മൂവാറ്റുപുഴയിൽ 7,527 തുടങ്ങി. എന്തിന് ഏറ്റുമാനൂരിൽ പോലും BJP മത്സരിക്കുന്നില്ല? അവിടെയെങ്ങും ഇല്ലാത്ത 2020ക്ക് സീറ്റും. കഴിഞ്ഞ പ്രാവശ്യം മത്സരിച്ച 2020 സ്ഥാനാർത്ഥികളിൽ ഒരാൾക്ക് പോലും ഇപ്രാവശ്യം സീറ്റില്ല. കുന്നത്തുനാട്ടിൽ 41,890 വോട്ട് പിടിച്ച ഡോക്ടർ സുജിത് സുരേന്ദ്രന് പകരം പത്തനംതിട്ടയിലെ അടൂരിൽ നിന്നുള്ള പഴയ മുനിസിപ്പൽ ചെയർമാൻ ബാബു ദിവാകരനാണ് ഇത്തവണ മത്സരിക്കുന്നത് ജയിക്കാനല്ല എന്ന് വ്യക്തം. പെരുമ്പാവൂരിൽ കഴിഞ്ഞ പ്രാവശ്യം 20,000 വോട്ട് പിടിച്ച ചിത്ര സുകുമാരന് പകരം ഏതോ ഒരു GB വർഗീസ്. രാഷ്ട്രീയ പരിചയമില്ലാത്ത സിനിമ സീരിയൽ താരങ്ങൾ, യാതൊരു രാഷ്ട്രീയ നിലപാടുമില്ലാത്ത കുറെ അധികം ആളുകൾ. ഇവരെയൊക്കെ 2020യുടെ പേരിൽ BJP ഒളിപ്പിച്ചു കടത്തിയതാണ് എന്ന് വ്യക്തം.
ആ 19 സീറ്റുകളിലും CPM ജയിക്കണം. അതാണ് CJPയുടെ ലക്ഷ്യം. 2020യുടെ പേര് പറഞ്ഞ് രാജീവ് ചന്ദ്രശേഖറിന് കൈ കഴുകുകയും ചെയ്യാം. BJP പ്രവർത്തകരെ പറ്റിച്ച് CJP നടത്തുന്ന പൊറാട്ട് നാടകത്തിന് ഇതിലും വലിയ എന്ത് തെളിവാണ് വേണ്ടത്? അപ്പോൾ ഡീൽ പൊളിക്കുകയല്ലേ ഗൈസ്?